പീറ്റർ, ഞാൻ കാവാലത്തിനടുത്തുള്ള പൈറ്റുവാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 6-ാം തീയതി ആയിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കടത്തിൻ്റെ പ്രശ്നങ്ങൾ, വരുമാനമാർഗ്ഗം നഷ്ടപ്പെട്ട ഒരവസ്ഥ. എൻ്റെ പപ്പ ജോലി നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നു. ചേച്ചി 1.5 വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലായിരുന്നു. മമ്മിക്ക് ജോലിയില്ല, ഞാനാണെങ്കിൽ പഠിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു രീതിയിലും വരുമാനമാർഗ്ഗം ഇല്ല. ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ആ ഒരു സമയത്ത്. എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ പപ്പയും കൂടിയിട്ട് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾക്ക് 2 വീലർ ഉണ്ട്, അതിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ലോഡുമായിട്ടൊരു വലിയ വണ്ടി വന്ന് ഞങ്ങളുടെ വണ്ടിക്കിട്ട് ഇടിച്ചു. നല്ല രീതിയിൽ നല്ലൊരു വീഴ്ചയായിരുന്നത്. അവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾ മരിച്ചു. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു ആ വണ്ടി വന്ന് ഇടിച്ചത്. നല്ല തിരക്കുള്ള റോഡുമായിരുന്നു. കുറച്ച് നേരത്തിന് എൻ്റെ കണ്ണിൽ ഇരുട്ടായിപ്പോയി. പക്ഷെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ കയ്യിൽ സേഫായിട്ട് ഇരിപ്പുണ്ട്. എനിക്കൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ പപ്പയ്ക്കും ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങളുടെ വണ്ടിക്കാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആ സമയത്ത് എൻ്റെ ചേച്ചി ഓൺലൈനിൽ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അവളെ വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു, എടി ഞാൻ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, അതിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാനിവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വരുമാനമാർഗ്ഗം നഷ്ടപ്പെട്ട അവസ്ഥ, ചേച്ചിക്ക് ജോലിയില്ല, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ആ സമയത്ത്. അപ്പോൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ മാതാവിനോട് വഴക്കിട്ട് പറഞ്ഞു, മാതാവേ ചേച്ചിക്ക് ജോലി വേണം, എൻ്റെ പപ്പയ്ക്ക് ജോലിയില്ല, മമ്മിക്ക് ജോലിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജോലി വേണം. സത്യം പറഞ്ഞാൽ ആത്മഹത്യയുടെ ഒരു അവസ്ഥ വരെ ആയിരുന്നു വീട്ടിൽ. അപ്പോൾ ആ സമയത്ത് എനിക്ക് 15-ാം തീയതി തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകണം. അപ്പം ഞാനിവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം 14-ാം തീയതി ചേച്ചിക്ക് പോകാൻ പറ്റണം. അത്രയും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് പെട്ടെന്ന് കോളേജിൽ നിന്ന് വിളി വന്നു, 7-ാം തീയതി ഞാനവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ 6-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു. നാളെ ഞാൻ പോവുക, എൻ്റെ ചേച്ചിക്ക് 14-ാം തീയതി പോകാൻ പറ്റണേ മാതാവേ, അത്രയും പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. 7-ാം തീയതി ഞാൻ തിരിച്ചു ചെന്നു. അതുവരെ യാതൊരു രീതിയിലും ആ ഏജൻസിക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ കറക്റ്റ് 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസത്തിൽ അവർ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കാര്യങ്ങൾ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, ഓക്കെ ആവുന്നുണ്ട്, നീ വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 12-ാം തീയതി അവർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ടിക്കറ്റ് എടുത്തോ, പോവാറായി എന്ന് പറഞ്ഞു. 13-ാം തീയതി ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. കറക്റ്റ് 14-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച അന്ന് തന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾ ഇവിടുന്ന് പോയി. ഇപ്പോൾ അവൾ സൗദിയിൽ ഒരു ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ NICUയിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നുണ്ടായ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് 17 വർഷമായിട്ട് ഞാൻ 6-ാം ക്ലാസ് 6 വയസ്സ് തൊട്ട് എൻ്റെ കാലിൽ അലർജി ഉണ്ടായിരുന്നു. എൻ്റെ കാല് മൊത്തം ഡ്രൈ ആവും, മൊത്തം വിണ്ട് കീറി പൊട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റത്തില്ല. ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ഒരു രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചു. ആ 6 വയസ്സ് തൊട്ട് ഞാൻ ഒത്തിരി ആശുപത്രി കയറി ഇറങ്ങുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു രീതിയിലും കുറയുന്നില്ലായിരുന്നു. ചിലർ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പിൻ്റെ അലർജിയാണ്, ചിലർ പറഞ്ഞു മണ്ണിൻ്റെയാണ്, ചിലർ പറഞ്ഞു എൻ്റെ ബ്ലഡിൽ എന്തോ അണുക്കളുടെ പ്രശ്നമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ ചെന്ന് ഹോസ്റ്റലിലായിരിക്കുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടിത് കൂടി. ആ സമയത്ത് ഞാൻ മരുന്നൊന്നും എടുക്കാൻ നിന്നില്ല, നേരെ മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി ഉപ്പെടുത്തിട്ട് വെള്ളം ചൂടാക്കിയ ഉടമ്പടി ഉപ്പ്, വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി ഉടമ്പടി ഉപ്പ് ആ വെള്ളത്തിൽ കലക്കി ഞാൻ കാലതിൽ മുക്കി വെച്ചു. അങ്ങനെ ഒരു 4-5 ദിവസം ഞാൻ ചെയ്ത് കാണും. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇന്നിപ്പം 4 മാസമായിട്ട് എൻ്റെ കാലിന് യാതൊരു കുഴപ്പമില്ല. ആ 17 വർഷമായിട്ട് ഞാൻ അനുഭവിച്ച അലർജി ആ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്ക് ആ പ്രശ്നമില്ല, ഞാൻ പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു. പിന്നെ എൻ്റെ ഒരു ജൂനിയർ കൊച്ചുണ്ട്, എൻ്റെ ഒരു അനിയത്തി കൊച്ച്, അവൾ ബിസ്മി. അവൾക്ക് 10-ാം ക്ലാസ് തൊട്ട് PCODയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. 2 ഓവറിയിലും PCOD ആയിട്ട് അവൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അപ്പം ഞങ്ങളവിടെ ആയിരുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിന് സിവിയറാണ്, മരുന്ന് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് സങ്കടമായി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് തൊട്ട് ഞാൻ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സന്ധ്യപ്രാർത്ഥന കഴിയുന്ന സമയത്ത് ഇവളെ റൂമിൽ കൊണ്ടുവന്നിട്ട് അവളുടെ വയറ്റിൽ ആ 2 വശത്തും ഞാൻ തൈലം, ഉടമ്പടി തൈലം, വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് അവളുടെ ദേഹത്ത് പുരട്ടി പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാൻ ചെയ്തു, അവൾക്ക് യാതൊരു കുഴപ്പമില്ല, അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. പിന്നെ
പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു അത്ഭുതം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചേച്ചിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഫേഷ്യൽ പാൾസി വന്നു. മുഖം ഫുൾ ഒരു സൈഡിലോട്ട് കോടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷനായി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു 1 മാസത്തെ മരുന്ന് കഴിക്കണം, 1 മാസം ഫിസിയോതെറാപ്പി വേണമെന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ടെൻഷനായി, കരച്ചിലായി. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ട് ഉടമ്പടി തൈലം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഉടമ്പടി തൈലം എൻ്റെ മുഖത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവേയും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വെറും ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പി കൊണ്ട് ചേച്ചിയുടെ ഫേഷ്യൽ പാൾസി പൂർണ്ണമായിട്ട് സൗഖ്യമായി. അമ്മ മാതാവ് വഴി ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ദൈവദാനം നന്ദി പറയാം. സഹോദരി പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ്. ഒരു സാക്ഷി